ഹരേ കൃഷ്ണ. ചിങ്ങം രാശിക്കാർക്ക് ജൂലൈ 13 മുതൽ 27 നവംബർ വരെ ശനിദേവ് മാർഗിയിൽ നിന്നും വക്രിയിലേക്ക്. ഈ വക്രി എന്നാൽ എന്താണെന്നല്ലേ? സൂര്യനെ ചുറ്റും എല്ലാ ഗ്രഹങ്ങളും 360 ഡിഗ്രിയിൽ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രിയിൽ വരില്ല. പക്ഷേ രാഹുവും കേതുവും എപ്പോഴും വക്രിയിൽ തന്നെയായിരിക്കും ഗോചരം. ബാക്കി ഗ്രഹങ്ങൾ മാർഗിയിലും വരും, വക്രിയിലും വരും. അപ്പോൾ ഈ പരിക്രമണ സമയത്ത് ചില ഗ്രഹങ്ങൾ സ്ലോ ആയി പോകുന്നു. അപ്പോൾ അതിനെയാണ് വക്രി എന്ന് പറയുന്നത്. ഇപ്പോൾ വക്രി ആയിരിക്കുന്നത് ശനിദേവാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണണം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉപായങ്ങളും പിന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി, ലിയോ. രാശിയുടെ സ്വാമി സൂര്യൻ. ചിങ്ങരാശിയിൽ നിന്നും, അതായത് നിങ്ങളുടെ ലഗ്നത്തിൽ നിന്നും ശനി 8ാമത്തെ ഹൗസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അതും വക്രി അവസ്ഥയിൽ. 8ാമത്തെ ഭാവത്തിൽ ശനിയുടെ വരവ്. ചന്ദ്രരാശിയിൽ നിന്നും 8ാമത്തെ ഹൗസിലേക്ക് ശനിയുടെ ട്രാൻസിറ്റ് അഷ്ടമശനി എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ ധനുരാശിക്കും ചിങ്ങരാശിക്കുമാണ് അഷ്ടമശനി. ഈ 8th ഹൗസിലെ ശനി വക്രി എന്താണ് ഫലം തരിക? ശനിയുടെ ദൃഷ്ടിയോ 10ാമത്തെ ഹൗസിൽ, 2ാമത്തെ ഹൗസിൽ, 5ാമത്തെ ഹൗസിൽ. 8ാമത്തെ ഹൗസിൽ ശനി വരുമ്പോൾ പെൻഡിങ് കർമ്മത്തെ പൂർത്തീകരിക്കുന്നു, ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ റിലേറ്റഡ്, നിങ്ങളുടെ പൂർവികന്മാരുടെ ആരുമായിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് എന്തെങ്കിലും വർക്ക്, പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമയം ശനി വരുന്നത്. ഈ സമയം ചിങ്ങരാശിക്കാർക്ക് റിസർച്ച് സംബന്ധിച്ച് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനോ ഉന്നത വിദ്യാഭ്യാസത്തിനും ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള നല്ല സമയമാണ് ഈ സമയം. ഒരു കാര്യം, ജന്മകുണ്ഡലിയിൽ ശനിയുടെ പ്ലേസ്മെന്റ് ഉച്ചസ്ഥിതിയിലായിരിക്കണം, എങ്കിലാണ് ഈ റിസൾട്ട് കിട്ടുക. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കും നിങ്ങളുടെ ജന്മകുണ്ഡലിയിൽ ശനി ഉച്ചസ്ഥിതിയിൽ ആണോ അതോ നീചസ്ഥിതിയിൽ ആണോ എന്ന്? നീചസ്ഥിതിയിൽ ആണെങ്കിൽ കുടുംബത്തിൽ, സ്നേഹബന്ധത്തിൽ, എല്ലാ റിലേഷനുകളിലും എന്തെങ്കിലും തുടരെ പ്രശ്നങ്ങൾ വരികയാണോ? നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ പറ്റുന്നില്ലയോ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തുടരെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ